അതിനേക്കാളെല്ലാം ലോകം കാത്തിരിക്കുന്നത് ഒരുപക്ഷെ ഇതിന് ശേഷം എന്ത് സംഭവിക്കും എന്നുള്ളതായിരിക്കും. അതിലേക്കും ചില സൂചനകൾ ഈ രണ്ട് പരിപാടിയിലും ഉണ്ടാകും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കാരണം ഡൊണാൾഡ് ട്രംപും നെത്തന്യാഹുവിന് മുമ്പിലെത്തുമ്പോൾ സ്വാഭാവികമായും ഈ കരാറിന്റെ കാര്യത്തിലും അറബ് നേതാക്കളെയൊക്കെ കാണുമ്പോൾ US പ്രസിഡന്റിനും US നേതാക്കൾക്കും വേറെ ഒരു സ്വരമാണ് എങ്കിൽ നേരിട്ട് നെത്തന്യാഹുവിനോട് സംസാരിക്കുമ്പോൾ മറ്റൊരു സ്വരത്തിലാണ് അവർ സംസാരിക്കാറുള്ളത്. ഇസ്രായേലിന്റെ ഭാവി, ഇസ്രായേലിന്റെ സുരക്ഷ എന്നൊക്കെ മാത്രമേ അവർ പറയാറുള്ളൂ. അപ്പോൾ അത്തരം പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തുമോ? അതല്ല, ഇസ്രായേലിൽ വെച്ചുകൊണ്ട് ഞാൻ ഹമാസിനോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഹോസ്റ്റേജസിനെ വിട്ടുകിട്ടി കഴിഞ്ഞാലും വീണ്ടും യുദ്ധം തുടരില്ല, യുദ്ധം അവസാനിച്ചു എന്ന് ഡൊണാൾഡ് ട്രംപ് 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത്തരം ഒരു പ്രഖ്യാപനം ഇസ്രായേലിനുള്ളിൽ നടത്തുകയാണെങ്കിൽ നമുക്ക് ചില ചെറിയ പ്രതീക്ഷകളെങ്കിലും വെക്കാം. ഇത് ആത്മാർത്ഥമായി തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എങ്കിൽ. പക്ഷേ അങ്ങനെയല്ല എങ്കിൽ, അവിടെ വെച്ചും ഇസ്രായേലിന്റെ മാത്രം കാര്യങ്ങളെ കുറിച്ചാണ് ട്രംപ് സംസാരിക്കുന്നത് എങ്കിൽ നമുക്ക് സ്വാഭാവികമായും ഈ യുദ്ധം വീണ്ടും നീണ്ടുപോകാനുള്ള സാധ്യതകൾ നമുക്ക് വിചാരിക്കേണ്ടി വരും. അതോടൊപ്പം ഇപ്പോൾ നെത്തന്യാഹുവുമായി ഡൊണാൾഡ് ട്രംപ് സംസാരിക്കാൻ തുടങ്ങിയിട്ട് 1 മിനിറ്റിൽ അധികം സമയമായി, ലൈവായി തന്നെ. അത് ഇപ്പോൾ അവസാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് കൈറോ സമ്മേളനത്തിൽ നെത്തന്യാഹു സംബന്ധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ്. കാരണം അവിടേക്ക് ഒരു ഈജിപ്തിലേക്ക് അല്ലെങ്കിൽ ഒരു അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലേക്ക് നെത്തന്യാഹുവിനെ പോലെ ഒരാൾക്ക് പരവതാനി വിരിക്കുക എന്ന് പറയുന്നത് ഈ സന്ദർഭത്തിൽ സാധ്യമല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ലോക നേതാക്കളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഘട്ടത്തിലും അവിടേക്ക് നെത്തന്യാഹുവിന് സംബന്ധിക്കാൻ സാധിക്കാത്തത്. ആ തരത്തിൽ ഡിപ്ലോമാറ്റിക്കായി നെത്തന്യാഹു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അദ്ദേഹം വാർ ക്രിമിനലാണ്, അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വാറന്റുള്ള വ്യക്തിയാണ്. അത്തരം ഒരു വ്യക്തിക്ക് നിലമൊരുക്കാൻ, വേദിയൊരുക്കാൻ സാധ്യമല്ല എന്ന് GCC രാഷ്ട്രങ്ങളും ഈജിപ്തിനെ പോലെയുള്ള രാഷ്ട്രങ്ങളും ഒരുപക്ഷെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇന്ന് നടക്കാൻ പോകുന്ന ഈ സമ്മിറ്റിൽ ലോക നേതാക്കളെല്ലാം സംബന്ധിക്കുമ്പോൾ നെത്തന്യാഹു ഇല്ലാത്തത്. അതിന്റെ ക്ഷീണം തീർക്കാൻ കൂടിയാണ് ആദ്യം ഇവിടെ വന്ന് നെത്തന്യാഹുവിനെ സോപ്പിട്ടുകൊണ്ട് കൈറോയിലേക്ക് ട്രംപ് പോകുന്നത്. അങ്ങനെ ഒരു ആംഗിൾ കൂടി ഈ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് അവിടേക്ക് പലസ്തീനെയും ക്ഷണിക്കാൻ പാടില്ല എന്ന നിലപാട് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് പലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് കൈറോ സമ്മേളനത്തിൽ എത്തും എന്ന് പറയുന്നത്. അപ്പോൾ പലസ്തീനുണ്ട്, അറബ് രാജ്യങ്ങളുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഉണ്ട്, അവരെല്ലാവരും ഉണ്ട്. ആ ഒരു വേദിയിലേക്ക് നെത്തന്യാഹു അവിടെയും ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് വ്യാഖ്യാനിക്കാവുന്ന തരത്തിലാണ് ആ സമ്മേളനം നടക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഒരു സമാധാന സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടത് ഏറ്റവും സിംബോളിക്കായി പോലും പലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസും മറുഭാഗത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവാണ്. പക്ഷെ അതുണ്ടാവുന്നില്ല. പക്ഷെ അതിനെ പ്രതിനിധാനം ചെയ്യുന്നത് ഡൊണാൾഡ് ട്രംപ് ആണ് എന്നുള്ള ഒരു കൗതുകം കൂടി ഉണ്ടാകും. ഇസ്രായേലിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ടായിരിക്കും ഈ കരാറിൽ ഒപ്പിടാൻ പോകുന്നത്.